സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇട്ടൊരു കമൻ്റ് ഉണ്ട്. അതായത് വേടൻ്റെ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം വേടൻ്റെ കാര്യത്തിൽ എന്തായി തീരുമാനങ്ങൾ അല്ലെങ്കിൽ വേടൻ്റെ വിഷയങ്ങൾ എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വേടൻ നമുക്കറിയാം വേടനെതിരെ വലിയ വിഷയങ്ങളെല്ലാം പല രീതിയിലും പല വഴികളിൽ കൂടിയും വന്നിട്ട് വേടൻ്റെ അവസാനം ഒരു പരിപാടി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ KU ജനീഷ് കുമാർ MLA കോന്നിയിൽ നടത്തിച്ച ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഈ കണ്ട കരിയാട്ടം എന്ന് പറയുന്ന പരിപാടി. ആ പരിപാടിയിൽ വേടൻ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു കരിമ്പുലി, അതായത് ഗബ്രിയും ചേർന്ന് അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്തൊക്കെ പോയൊരു കാര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 10-ാം തീയതി ആയിട്ടുള്ള ബുധനാഴ്ച വേടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും വേടനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്ത ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. വേടനെ എന്തുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്? ബഹുമാനീയനായ ആദരണീയനായ ജഡ്ജി, നമ്മുടെ ഹൈക്കോടതി ജഡ്ജി, അദ്ദേഹം വേടന് ജാമ്യം ഓൾറെഡി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വേടനെ ഈ ഒരു കാര്യവും കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിലനിൽക്കുന്ന കേസുകളിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വേടനെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് വേടനെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞത്? വേടനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ തെളിവുകൾ, കൃത്യമായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കാനായിട്ട് ഇരകളെന്ന് പറയപ്പെടുന്ന സ്വയമേ പറഞ്ഞുകൊണ്ട് അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വേടനെതിരെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള കേസുകൾ എടുക്കാൻ പോലീസ് മുന്നിലേക്ക് നിൽക്കാത്തത്. അപ്പോൾ അതിനെല്ലാം ശേഷം വേടൻ അന്ന് കോന്നിയിൽ വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായി, അതായത് 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോങ് വരുന്നുണ്ട്, പിന്നെ അതിന് ശേഷം 4 അല്ലെങ്കിൽ 2 ഈ പറയുന്ന സിനിമയിലുള്ള പാട്ടുകൾ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പമുള്ള കൊളാബറേഷൻസും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് വേടൻ ഇപ്പോൾ തകർത്താടിയിട്ടൊരു പാട്ട് വന്നിട്ടുണ്ട്. അതായത് ധ്രുവ് വിക്രം നായകനാകുന്ന ഒരു സിനിമയിലെ ഒരു പാട്ടാണ് റെക്ക റെക്ക എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ട് നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ ലക്ഷങ്ങളും ലക്ഷോപലക്ഷം ആളുകളുമാണ് ആ പാട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ആ പാട്ട് വേടൻ്റെ എല്ലാ പാട്ടുകളും ഏറ്റെടുക്കപ്പെടുന്നത് പോലെ തന്നെ ഏറ്റെടുക്കപ്പെട്ടു. ഈ വിഷയങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും വേടനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ടെന്നുള്ളത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു മലയാളി എന്നൊരു നിലയിൽ അല്ലെങ്കിൽ ഒരു കലാകാരനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കൊക്കെ വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ വേടൻ്റെ ഈ പാട്ട് ഇരു കരങ്ങളും നീട്ടിയാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്നുള്ളതാണ് നമ്മൾ ആ പാട്ടിൽ കാണുന്നത്. ഈ പാട്ടിലെ വരികളുടെ അർത്ഥം, അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന്റെ തുടക്കത്തിൽ റെക്ക റെക്ക എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചിറക് കൊണ്ടും സ്വന്തം ശക്തി കൊണ്ടും സ്വന്തമായി വഴി ഉണ്ടാക്കി പോകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോവുക എന്നുള്ളൊരു കാര്യമാണ് മുന്നിലേക്ക് വെക്കുന്നത്. അതാണ് അതിന്റെ പ്രധാന ആശയം എന്നാണ് ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയാം, ചിറകെന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആ ചിറകടിച്ച് പറക്കാൻ സാധിക്കണം. ആ ചിറകടിച്ച് പറക്കുന്നത് നമ്മളെപ്പോഴാണ്? നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്, അല്ലേ? അല്ലാതെ നമ്മളെ പിടിച്ചൊരു കൂട്ടിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റും? ഇല്ല. ആ കൂടുകളും അല്ലെങ്കിൽ ആ ഒരു വലയങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് എപ്പോഴാണോ നമുക്ക് പറക്കാൻ സാധിക്കുന്നത്, അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് റിയൽ ലൈഫിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എപ്പോൾ വരുന്നോ അപ്പോൾ മാത്രമാണ് നമ്മൾ സ്വതന്ത്രരാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരാളുടെ അധീനതയിൽ അവർ പറയുന്നതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു അടിമത്തമാണ്. ആ അടിമത്തത്തിന് ഇരയാക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള ആളുകൾ ആ ചങ്ങലകൾ ഭേദിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകണം. സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തി സ്വന്തം ചിറകിൽ നിൽക്കാൻ സാധിക്കണം, അല്ലെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേടനും അറിവെന്ന് പറയുന്ന ഒരു കലാകാരനും, അദ്ദേഹം തമിഴ്നാട്ടിലെ വലിയൊരു എന്താ പറയുക റാപ്പറാണ്, വേടനെ പോലെ ഒരു കലാകാരനാണ്. അവർ രണ്ടുപേരോടുള്ളൊരു കൊളാബറേഷനാണ് ഈ റെക്ക റെക്ക എന്ന് പറയുന്ന സോങ് വന്നിരിക്കുന്നത്. ഈ ഒരു സോങ് വന്ന നിമിഷങ്ങൾക്കകം തന്നെ പാട്ട് എല്ലാ ജനങ്ങളുടെയും ഇടയിലേക്ക് ഇടം പിടിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അതിനുശേഷം പലരും ചോദിച്ചൊരു ചോദ്യത്തിനുള്ളൊരു മറുപടി, ഈ വേടൻ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് വേടൻ എവിടെയും പോയിട്ടില്ല. വേടൻ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വേടൻ്റെ പാട്ടുകൾ ഇനിയും അങ്ങോട്ട് ഉച്ചത്തിൽ, നമുക്കറിയാം ഈ ഒരു വിഷയങ്ങൾക്കെല്ലാം ഇടയിലാണ്, ഈ പറയുന്ന കോലാഹലങ്ങളുടെ ഇടയിൽ തന്നെയാണ് നമുക്കൊരു അനൗൺസ്മെൻറ്റ് വന്നത്. ഈ വേടൻ്റെ ശബ്ദം തമിഴ് തെരുവോരങ്ങളിലും ഇനി മുഴങ്ങി കേൾക്കുമെന്നുള്ളത്. വേടൻ്റെ ശബ്ദം ശരിക്കും പറയാം തമിഴ് തെരുവോരങ്ങളിലല്ല മുഴങ്ങുന്നത്. വേടൻ്റെ ശബ്ദം മുഴങ്ങുന്നത് തമിഴ് ജനതയുടെ ഇടയിലും അല്ലെങ്കിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുമാണ്. ആ ഇൻഡസ്ട്രിയിൽ മുഴങ്ങുന്ന ശബ്ദത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ശക്തിയും പ്രൗഢിയും ഒക്കെ ആണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ വേടൻ ഇത്രയും കിട്ടിയിരിക്കുന്ന ഒരു വരവേൽപ്പ്, അല്ലെ വേടന് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് സംഘിക്കുട്ടന്മാരാണ്. ഞാൻ എന്നാലും ആലോചിക്കുന്ന, പലപ്പോഴായിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ വീണ്ടും ആലോചിക്കുന്നത്, ഈ കേസരി എന്ന് പറയുന്ന RSS മുഖപത്രത്തിൻ്റെ മുഖ്യ പത്രാധിപൻ NR മധു എവിടെ പോയി? ഈ വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയ NR മധു എവിടെ പോയി? KP ശശികല ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഞാൻ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് വന്നു വേടനെതിരെ. എന്നിട്ട് അതൊക്കെ പറഞ്ഞ് ഈ രക്ഷാധികാരി എവിടെ പോയി? രക്ഷാധികാരി ബൈജു എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും. പുള്ളിക്കാരിയും കാണാനില്ല, ഈ NR മധുവിനെയും കാണാനില്ല, BJP-യിലുള്ള പല ആളുകളെയും കാണാനില്ല. എന്തുകൊണ്ടാണ്?
എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ കണ്ടുപിടിച്ച ആളുകളാണ് ഈ പറയുന്ന വലിയ രീതിയിലുള്ള സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ ഇവർക്ക് ആർക്കും തലയുമില്ല വാലുമില്ലാതെ എവിടേക്കോ പോയി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേടനെതിരെ പരാതി കൊടുത്തുള്ള രണ്ടാമത്തെ ഇരയുടെ അവസ്ഥ. ഒന്നാമത്തെ ഇര എന്ന് പറഞ്ഞാൽ യുവ ഡോക്ടറാണ്. ഈ യുവ ഡോക്ടർ ഈ വിഷയങ്ങളുമായിട്ട് വന്നപ്പോൾ ഇതിന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. മാധ്യമ സിൻഡിക്കേറ്റ് നമ്മുടെ നാട്ടിലെ സത്യത്തിനും നീതിക്കും എല്ലാം ഒപ്പം നിലകൊള്ളുന്ന ഒരേ ഒരു ചാനലാണ് യൂട്യൂബിലെ. അതായത് ഈയിടയ്ക്ക് എന്തോ തുടങ്ങിയ ഒരു ചാനലാണ്. ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്ന ഒരു വെറും എന്താ പറയുക ഒരു പാഴ് സസ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ചാനലും വെച്ചുകൊണ്ടിരുന്നിട്ട് വേടനെയും വേടൻ്റെ അമ്മയും പറ്റിയൊക്കെ എന്തൊക്കെ അപരാധങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത്. അപരാധം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവതാരങ്ങളെ അതിനകത്ത് ഇരുത്തിക്കൊണ്ട് അവതാരകരെന്നുള്ളൊരു പേര് വിട്ടുകൊണ്ട് വന്നിരുന്നുകൊണ്ട് എന്ത് അപരാധവും പറയാനാണ് ഇവന്മാരുടെ വിചാരം. ഇവന്മാർ കാണിച്ചു കൂട്ടിയ പരിപാടികൾ എന്തൊക്കെയാണ്? വേടൻ്റെ അമ്മയോട് പോലും വേടന് മറ്റുള്ള രീതിയിലുള്ള ചിന്താഗതിയും താല്പര്യവുമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാനായിട്ട് കുറച്ച് എഴുതി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു യുവനടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പിന്നാമ്പുറവും കാണിച്ചുകൊണ്ട് വന്നിരുത്തി അങ്ങ് പറയിപ്പിച്ചു. എന്നിട്ട് എന്തായി? അതിനുശേഷം പിന്നീട് വീണ്ടും ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്നു. ആ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഒരു പരാമർശം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായി. സി മലയാളം എന്ന് പറഞ്ഞ ചാനൽ വന്നാണ്. അതായത് വേടനെതിരെ പരാതി വന്നിരിക്കുന്ന രണ്ടാമത്തെ ഇരയുടെ ആ ഒരു പരാതിയിൽ തുടരന്വേഷണം നടത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല, നാളിതുവരെ സാധിച്ചിട്ടില്ല. എന്താണ് കാരണം? ആ പരാതിയിൽ തെളിവ് നൽകാനായിട്ട് ഇരയാക്കപ്പെട്ടാൽ ഇരയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് കഴിയുന്നില്ല. ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിലല്ലേ തെളിവുണ്ടാവുള്ളൂ. ഒരു തെളിവില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ അവിടെ നടന്നിട്ടില്ല എന്നല്ല അതിൻ്റെ വേറൊരു അർത്ഥം. ഇതെല്ലാം നമുക്ക് മനസ്സിലായി. എന്നിട്ടും വേടനെതിരെ കുറ്റം പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വേടനെതിരെ കുറ്റം പറയാനായിട്ട് ബി ജെ പിയുടെ തലമൂത്തപ്പന്മാരോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇവരുടെ ഇടയിലുള്ള ചില അടിമ സംഖ്യകൾ വരുന്നുണ്ട്. ഈ അടിമ സംഖ്യകളൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതുന്നത്. അതായത് വേടൻ്റെ ഓരോ വരികൾ എടുത്തിട്ട് റേപ്പറാണ് അല്ലെങ്കിൽ ഈ കാമവീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ പറയുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ചെയ്തോ വികാരം ഇവരുടെ ഇൻറ്റൻഷനും എത്രത്തോളം ഉണ്ടെന്നുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് വേടൻ്റെ വിഷയത്തിൽ പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പരാതി നമ്മൾ ACP തൃക്കാക്കരക്ക് അയച്ചിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം കൂടെ അവിടെ തന്നെയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടോ? പരാതിക്കാരി സ്റ്റേറ്റ്മെന്റ് തരാൻ ഇല്ല. ആ രണ്ടാമത്തെ കേസിൽ ഇതുവരെ അവർ ഭാഗത്തിൽ നിന്നൊരു റെസ്പോൺസ് ഇല്ല. കണ്ടില്ലേ, പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് തലയുമില്ല വാലുമില്ല ഒരു കോപ്പുമില്ല. അതുകൊണ്ട് തന്നെയും ആ കേസ് തള്ളിപ്പോവും. പക്ഷേ ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. ഒരാളൊക്കെ വേടനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവ ഡോക്ടറും വേടനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നത് വേടനെ സംബന്ധിച്ച കാര്യമാണ്. അത് നമ്മൾ കൂടുതൽ തർക്കിക്കാനില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനില്ല. പക്ഷേ 5 പേരോളം വേടനെതിരെ പരാതി നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാക്കിയുള്ള 4 പേർക്കെതിരെ എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഒരു അലിഗേഷൻ ഒരാൾക്കെതിരെ നടത്തുമ്പോൾ ആ അലിഗേഷനിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു, വീണ്ടും നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇങ്ങനെ ഒരു സർക്കാരിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സ്ത്രീകളുടെ ഒപ്പമാണ് നമ്മുടെ സർക്കാരെന്ന് എപ്പോഴും പറയുമ്പോഴും സ്ത്രീകൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒപ്പമാണെന്ന് എപ്പോഴും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയുന്നൊരു സർക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിൽ യാതൊരു സംശയമില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഫ്ലോപ്പാണ്, അതിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. വേടൻ്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും നടപടിയും അങ്ങേയറ്റം സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമായിട്ടുള്ള കാര്യമാണ്. ഉള്ളതുപോലെ പറയാൻ വേണം. അപ്പോൾ ഈ വേടനെ തകർക്കാനും തകർത്തെറിയാനും തളർത്താനും ശ്രമിച്ച ആളുകൾ ഇപ്പോൾ എവിടെയാണ്? ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു ഐഡൻറ്റിറ്റിയോ ഒരു കോപ്പും ഇല്ല. ഇപ്പോൾ അന്ന് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, അതായത് BJP പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ BJPയിലെ ഒരു നേതാവായിട്ടുള്ള ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യ വേടനെതിരെ എൻ്റെ നരേന്ദ്രമോദിയെ കളിയാക്കിയാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നു. എന്നിട്ട് കേസ് കൊടുത്തിട്ട് എന്തായി? BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ BJP തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഇനി ഇങ്ങനത്തെ പരാമർശമായിട്ട് പബ്ലിക്കിൽ പോകാൻ പാടില്ല, അത് ഈ BJP എന്ന് പറയുന്നൊരു പാർട്ടിക്ക് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി പല ആളുകളും സൈബർ പോരാളികളെ പോലെയുള്ള ആളുകൾ വന്നിട്ട് സൈബർ ഇടങ്ങളിൽ വലിയ മെഴുകലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഈ വേടൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന സമൂഹത്തിൽ നിൽക്കുമ്പോഴും വേടൻ പറഞ്ഞു എന്താണ്? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം ഹനിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ വേടൻ സംസാരിച്ചത്, അല്ലെ ശബ്ദമുയർത്തിയത്? ആ ഹനിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ നിശബ്ദരാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മൂകരാക്കപ്പെട്ട ആളുകൾ എല്ലാം ഒരു പ്രതിനിധിയായിട്ടും ഇവരുടെ എല്ലാം ഒരു ശബ്ദവുമായിട്ടുമല്ലേ നമ്മുടെ എല്ലാം വേടൻ നിലകൊണ്ടത്. ആ വേടൻ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയിട്ടല്ലേ തമിഴിൽ ഒരു സിനിമയിൽ പാടുന്ന പാട്ടിലും ഇത് തന്നെയാണ് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം അത് നമുക്കുള്ളതാണ്.
അത് നമ്മൾ നേടിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നേടിയെടുത്തിട്ട് നമ്മളെ അവരുടെ ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം അത് നേടിയെടുത്തുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കുക എന്നാണ് വേണ്ട ഈ പാട്ടിലും പറയുന്നത്. വേണ്ട എല്ലാ പാട്ടുകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കൊള്ളരുതായ്മകൾ ഇന്നും നിലനിൽക്കുന്നുള്ളത് വിളിച്ച് കാണിക്കുകയും അല്ലെങ്കിൽ വരച്ച് കാണിക്കുകയും അതിൽ നിന്ന് എങ്ങനെ ഈ പറയുന്നത് ഭേദിച്ചുകൊണ്ട് മുന്നിലേക്ക് വരാമെന്നുള്ളതുമാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് വേടൻ്റെ ഈ റെക്ക എന്ന് പറയുന്ന സോങ്ങിലും കാണിക്കുന്നത്. ആ പാട്ട് എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാട്ട് ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ വീഡിയോ മാത്രം പറ്റുമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം, കാരണം ചിലപ്പോൾ അതും കോപ്പിറൈറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് ഈ വേടനെ തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ് ഇതെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. ഇനിയും എത്ര കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നേരത്തെ പറയാം. കാരണം അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം പരിശോധിച്ചതിന് ശേഷം നമ്മൾ പോലീസോ കോടതിയോ ഒക്കെ പറയാം. അതിൽ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ മോശമായിരിക്കുമോ എന്നുള്ളത്. അല്ലാതെ വെറുതെ എന്തിനാണ് ഒരാളെ ഇങ്ങനെ കരുവാരുത്തേക്കാനായിട്ട് മുന്നിലേക്ക് വന്നിട്ട് നാണം കെട്ട് പട്ടിയെ പോലെ തിരിച്ചുകൊണ്ട് അവസ്ഥ ഉണ്ടാകുന്നത്. പട്ടിയെ പോലും പറയുന്നില്ല, കാരണം പട്ടിക്ക് നന്ദിയുണ്ട്. ഇതുപോലത്തെ ഉള്ള നന്ദി പോലും നിങ്ങൾക്കില്ല. എന്തായാലും വേടനെ അടിച്ചമർത്താനും തകർത്തെറിയാനും ശ്രമിച്ച ആളുകൾ വേടനെ സ്നേഹിക്കുന്ന ആളുകളുടെ മുൻപിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തീയുടെ മുൻപിൽ വരുമ്പോഴേക്കും കത്തി എരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ആ തീ ആളിക്കത്തുക തന്നെ ചെയ്യും. ആ തീക്ക് ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമും അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.